ഹായ്, ബെറീസ് കിച്ചണിൽ നിന്ന് ഒരു കോക്കനട്ട് ലഡുവാണ് തയ്യാറാക്കുന്നത്. ഈ ലഡു തയ്യാറാക്കാനായിട്ട് വെറും 10 മിനിറ്റേ ആകുന്നുള്ളൂ. ഇതിനായിട്ട് 2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പാല്, 1/2 കപ്പ് ഷുഗർ, കുറച്ച് നട്ട്സ്, 2 ടേബിൾ സ്പൂൺ നെയ്യ്. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലെങ്കിൽ വീട്ടിൽ തേങ്ങ ചിരക്കി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ മതി. പക്ഷേ ബേക്കറിയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ലഡുവിൻ്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തന്നെ എടുക്കുക. ആദ്യം ഒരു പാൻ ചൂടാകുമ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൽ ലൈറ്റ് ബ്രൗണിൽ നട്ട്സ് വറുത്തെടുക്കാം. ഇനി ഈ ബാക്കി വന്ന നെയ്യിൽ തേങ്ങ വറുത്തെടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഓൾറെഡി ഡ്രൈ ആയതുകൊണ്ട് 3 മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുത്താൽ മതി. നമ്മൾ വീട്ടിൽ ചിരകിയെടുക്കുന്ന തേങ്ങയാണെങ്കിൽ ആ വെള്ള ഈർപ്പം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് വറുത്ത് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ തേങ്ങ ചെറുതായിട്ട് വറന്ന് കളർ ചേഞ്ചായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചേക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കുക. പാൽ ഒഴിച്ചതിന് ശേഷം ഫുൾ ലോ ഫ്ലെയിമിൽ വേണം ആക്കാനായിട്ട്. ലോ ഫ്ലെയിമിൽ തുടരെ ഇളക്കി പാൽ വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് വറ്റി തേങ്ങയിലോട്ട് പിടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. ഷുഗർ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇളക്കി കൊടുത്തിട്ടിരിക്കാനായിട്ട്. ആദ്യം ഷുഗർ ഒന്ന് മെൽറ്റായിട്ട് വരും. അതിനുശേഷം ഇതിൽ കറക്റ്റായിട്ട് സെറ്റായിക്കോളും. ഇപ്പോൾ ഷുഗറും നന്നായിട്ട് അലിഞ്ഞ് തേങ്ങയിലോട്ട് സെറ്റായി കഴിഞ്ഞു. നമ്മളിങ്ങനെ ഇളക്കുമ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരുവമാണ് കറക്റ്റ്. ഈ ടൈം ആകുമ്പോൾ സ്റ്റൗവിൽ നിന്ന് നമുക്ക് എടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നട്ട്സ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം ലഡു ഉരുട്ടിയെടുക്കാം. ഇതുപോലെ ലഡു ഉരുട്ടിയെടുത്തതിന് ശേഷം ഫ്രഷ് ആയിട്ടുള്ള ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. ഇതുപോലെ എല്ലാ ലഡുവും ചെയ്തെടുക്കാം. വെറും 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈ ലഡു ആയി കഴിഞ്ഞു. മധുരപ്രിയരായ എല്ലാവർക്കും ഈ കോക്കനട്ട് ലഡു വളരെ ഇഷ്ടമാകും. ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക.